2005-ലാണ് ആദ്യമായി ഇവിടെ മത്സരിക്കാനായി എത്തുന്നത്. പിന്നീട് 2010-ൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നില്ല. 15-ൽ ജയിച്ച ഡെപ്യൂട്ടി മേയറായി. 2020-ൽ ഇവിടെ ജയിച്ചു. അങ്ങനെ 25-ൽ വീണ്ടും ജയം ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഹാട്രിക് വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും. കാരണം അങ്ങനൊരു വിജയം ഉറപ്പാണ് എന്ന് എനിക്ക് പറയാൻ കാരണം നമുക്ക് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതികരണമാണ്. അവരുടെ ഒരാളാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു തോന്നലിലും അതോടൊപ്പം ആ അടുപ്പത്തിലുമാണ് നമ്മളോട് എല്ലാവരും പെരുമാറുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. ജനങ്ങളുടെ ഒരു വിഷയത്തിൽ അവർക്കൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കൗൺസിലർ ഉണ്ട് എന്നാണ് എനിക്ക് ഇന്ന് ജനങ്ങൾ തിരിച്ചു തന്ന പ്രതികരണം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവാണ്. സ്വാഭാവികമായും അത് വരും. ഒരുപാട് ആ പോസിറ്റീവ്നെസ് നമുക്ക് പ്രതിഫലിക്കും. അങ്ങനെ ഉറപ്പാണ് വിജയം. കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കാൻ കഴിയാതെ പോയ മറ്റെന്തെങ്കിലും പദ്ധതികൾ പെൻഡിങ്ങിൽ ബാക്കി നിൽക്കുന്നുണ്ടോ? അത് നടപ്പിലാക്കാനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രഥമ പരിഗണനയൊക്കെ നൽകുക. ഇന്നിപ്പോൾ ഞാനൊരു അവസാനം CSM നഗറിലൊരു വീട്ടിൽ കയറി ഇറങ്ങുന്നതിന് മുൻപ് ഒരു അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ വീണ്ടും എന്നെ അവസരം തന്ന് വിജയിപ്പിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടി. ഇനി ബാക്കി എല്ലാം ചെയ്തില്ലേ, ഇനി എന്താണ് കൂടുതൽ വികസനം ബാക്കി? അപ്പം കാലത്തിനനുസൃതമായ മാറ്റം, ചെറിയ ചെറിയ പരാതികളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്, ചെറിയ പരിഭവങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. അതുമാത്രമല്ല, ഒരു വികസന പ്രവർത്തനത്തിനോടൊപ്പം നമുക്കറിയാം ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ളൊരു സിറ്റിയാണ്. അപ്പം ഓരോ പ്രദേശത്തും ഓരോ വിഷയങ്ങൾ നമ്മൾ എത്ര പരിഹരിച്ചാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും.